മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ മസ്താനിയും ബിന്നിയും തമ്മിലുള്ള ഒരു വഴക്കാണ്. മസ്താനി ബിഗ് ബോസിൽ വന്ന അന്നു മുതൽ മറ്റുള്ളവരെ ടിഗർ ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് നിന്നെ വീട്ടിൽ കയറ്റില്ല, നീ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നിന്നെ വീട്ടിൽ കയറ്റില്ലെന്ന്. ആ ഒരു ഡയലോഗ് തന്നെ നമ്മുടെ ബിന്നിനെയും ടിഗർ ചെയ്യിക്കാൻ വേണ്ടി പറഞ്ഞു. നീ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നിന്നെ വീട്ടിൽ കയറ്റില്ല, നീ പുറത്തോട്ട് ഇറങ്ങി ചെല്ല് എന്ന്. അതായത് ബിന്നിക്ക് പുറത്ത് നെഗറ്റീവ് ഇമേജ് ആണെന്ന് ബിന്നിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് മസ്താനി ഈ ഒരു ഡയലോഗ് അടിക്കുന്നത്. കഴിഞ്ഞ ദിവസം റെനയോടും ഈ ഒരു ഡയലോഗാണ് അടിച്ചത്. പക്ഷേ റെന അതിൽ വീഴുകയും ചെയ്തു. ടിഗറായി നല്ല വാവിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മുടെ ബിന്നി അതിലൊന്നും വീഴില്ല. ബിന്നി അപ്പം തന്നെ മസ്താനിക്കുള്ള മറുപടിയും കൊടുത്തു. എൻ്റെ ഫാമിലിയെക്കുറിച്ച് എനിക്കറിയാം, നീ അതോർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട, എനിക്കറിയാം നോക്കാൻ വേണ്ടി. ഇവിടുന്ന് ഇറങ്ങിയാൽ എന്നെ വീട്ടിൽ കയറ്റുമോ കയറ്റില്ലയോ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അത് നീ പറഞ്ഞിട്ട് വേണ്ട അറിയാൻ. തിന്നാനും പുറത്തെ കാര്യങ്ങൾ പറയാനും അല്ലാതെ നീ വേറെ എന്തിനെങ്കിലും വാ തുറക്കാറുണ്ടോ? ഒരു വൈൽഡ് കാർഡ് വെറുതെ വേസ്റ്റായി, വെറുതെ നടക്കുകയാണ് ചൊറിയാനും മാന്താനും വേണ്ടി. അല്ലാതെ നിനക്ക് എന്താണ് അറിയാവുന്നത്? ഇത്രയും ഡ്യൂറേഷനിൽ ആരും ഇങ്ങനെ ടാസ്ക് തോറ്റിട്ടില്ല. അതായത് ഇന്ന് നമ്മുടെ ഉച്ചയ്ക്ക് ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ. ആ ടാസ്കിൽ എല്ലാവരും 2-3 മിനിറ്റ് എടുത്തപ്പോൾ മസ്താനി എടുത്തത് 10 മിനിറ്റ് ആയിരുന്നു. അതാണ് നമ്മുടെ ഈ ബിന്നി പറയുന്നത്. ഇത്രയും ഡ്യൂറേഷൻ എടുത്ത് ആരും ഇന്ന് വരെ ഇവിടെ ഒരു ഗെയിം പോലും തോറ്റിട്ടില്ല. രേണുസുതി പോലും ഇതിനേക്കാളും നന്നായിട്ട് കളിക്കും എന്നൊക്കെ നമ്മുടെ ബിന്നി മസ്താനിയോട് പറയുകയാണ്. ഇത്രയുമൊക്കെ ബിന്നി പറയുമ്പോൾ മസ്താനിയും എന്തെങ്കിലും തിരിച്ചു പറയണമല്ലോ. മസ്താനിയും വായി തോന്നി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. നിനക്ക് ചവറ് വിലയേ ഉള്ളൂ. രേണു ചേച്ചിനെ ഇടയ്ക്കെങ്കിലും ഞങ്ങൾ ക്യാമറയിൽ കാണാറുണ്ട്, നിന്നെ കാണാറേ ഇല്ല. നീ എന്ത് കണ്ടന്റാണ് ഇവിടെ കൊടുക്കുന്നത്? രേണു ചേച്ചി ഇടയ്ക്ക് കണ്ടന്റൊക്കെ തരും. നീ പക്ഷേ എന്ത് കണ്ടന്റാണ് ഈ 1 മാസമായിട്ട് തന്നിട്ടുള്ളത്? ആരെങ്കിലും വർത്താനം പറഞ്ഞാൽ അവരുടെ കൂടെ പോയിരുന്ന് എന്തെങ്കിലും പറയുമെന്നല്ലാതെ നീ എന്തെങ്കിലും കണ്ടന്റ് തന്നിട്ടുണ്ടോ എന്ന്. അതിന് ബിന്നി തിരിച്ചു പറഞ്ഞത്, നീ എന്ത് കണ്ടന്റാ തരുന്നതെന്ന് 3 ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട്. പരദൂഷണവും പുറത്തെ കാര്യങ്ങളും പറയാനല്ലാതെ നിനക്ക് എന്ത് കണ്ടന്റാണ് തരാൻ അറിയുന്നത്? അതുപോലെ തന്നെ ഒരു ക്യാപ്റ്റനല്ലേ നീ? വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് ഡ്യൂട്ടീസ് പോലും കൊടുക്കാൻ അറിയത്തില്ല. പിന്നെ നീ എന്ത് ക്യാപ്റ്റനാ? എന്തിനാണ് നീ ക്യാപ്റ്റൻ ആകാൻ പോയതെന്നൊക്കെ പറഞ്ഞ് മസ്താനിയോട് തിരിച്ച് നമ്മുടെ ബിന്നി ചൂടാകുകയാണ്. ബിന്നിയും നൂറയും മസ്താനിയും ഒക്കെ വെസൽ ടീമിലാണ്. അവരുടെ ആ ടീമിൻ്റെ ക്യാപ്റ്റനാണ് മസ്താനി. എന്തോ ഡ്യൂട്ടീനെ കുറിച്ച് ചോദിക്കാൻ വന്ന് അതേ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ്. പിന്നെ മസ്താനി വന്ന അന്ന് മുതൽ എല്ലാവരെയും ചൊറിയുന്നുണ്ട്. അങ്ങനെയൊന്ന് ചൊറിഞ്ഞതാണ് നമ്മുടെ ബിന്നിനെ. പക്ഷേ ബിന്നി കയറി തിരിച്ച് മാന്തി. അതാണ് ഇപ്പം നടന്നിരിക്കുന്നത്. കാരണം എല്ലാവരോടും മസ്താനി പറയുന്ന ഒരു ചൊറിയൻ വാക്കാണ്, ഇവിടെ നിന്നിറങ്ങിയാൽ നിന്നെ വീട്ടിൽ കയറ്റാൻ പോകുന്നില്ല എന്ന്. ആ ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്കിനും ബിന്നിക്ക് നല്ല ദേഷ്യം വന്നു. കാരണം ബിന്നിക്ക് അറിയാം ബിന്നി ഇവിടെ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്നും നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നതെന്നും. ആ ഒരു ധൈര്യമുള്ളതുകൊണ്ട് തന്നെ ബിന്നി തിരിച്ച് നല്ല രീതിയിൽ പറഞ്ഞു. എന്തായാലും അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് ഇങ്ങോട്ട് മാന്തൽ വാങ്ങി വന്നിരിക്കുകയാണ് നമ്മുടെ മസ്താനി. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.